ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും. പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊരു എനർജി എക്സ്ചേഞ്ച് ആണ്. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ ഏത് എനർജിയിലാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഹെർമിറ്റാണ് ആദ്യം വന്നത്. ഒറ്റപ്പെടലിൻ്റെ ഒരു സമയമാണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചൊന്നും ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്നൊരു സമയമായിരിക്കാം. കൂടുതൽ പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഒക്കെ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കൂടിയുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു എഫേർട്ട് എപ്പോഴായാലും ദൈവം അതിനൊരു ഫലം തരും എന്നുള്ളതാണ്. നമ്മളൊന്നും ചെയ്യൂല, പക്ഷേ നമുക്ക് കുറേ നന്മകൾ വേണം. അപ്പം എല്ലാവരും അങ്ങനെയാണ് പറയണത്, എനിക്ക് എൻ്റെ ഫ്യൂച്ചർ എന്താണ്, എനിക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമോ, ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ പേഴ്സണൽ റീഡിങ്ങിനും അല്ലാതെ ഞാൻ വീഡിയോയിലൊക്കെ പറയാറുണ്ട്, നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു നിശ്ചിത സമയം നമ്മൾ പ്രാർത്ഥനകൾക്കായിട്ടും നമ്മൾ മെഡിറ്റേഷനായിട്ടും ഒക്കെ മാറ്റി വയ്ക്കുക. കാരണം അത് നമ്മളുടെ സോളിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മളുടെ ഒരു കടമയായിട്ട് ഞാൻ ചെയ്തേ പറ്റുള്ളൂ, ഞാൻ ഇത് ചെയ്യണം, അത് ഇഷ്ടത്തോടെ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ പ്രാർത്ഥനകളെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലോട്ട് പോണ ഒരുപാട് വഴിയിലുള്ള തടസ്സങ്ങൾ മാറ്റാൻ പറ്റും. മാത്രമല്ല നമുക്ക് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ കൈ പിടിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ പതറിപ്പോവും. നമ്മളുടെ ജീവിത യാത്രയിലുടനീളം പ്രശ്നങ്ങളാണ്. നമ്മൾ മരണം വരെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. ജനനം മുതൽ മരണം വരെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. ഒന്നുകിൽ അസുഖങ്ങളായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളായിരിക്കും. നമ്മൾ ആലോചിക്കുക, ഓരോ ദിവസവും നമ്മൾ എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഇതൊക്കെ ഫേസ് ചെയ്യാൻ നമുക്കുള്ള ധൈര്യം വേണമെങ്കിൽ നമുക്കൊരു ശക്തിയിലൊരു വിശ്വാസം വേണം. ഒരു കാര്യത്തിൽ അത് മതമോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, പക്ഷേ നമുക്കൊരു വിശ്വാസം വേണം. ആ വിശ്വാസമാണ് നമ്മളെ മുന്നിലോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാലും എല്ലാം ശരിയാവും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ നല്ല പ്രാർത്ഥനകൾ വേണം, മെഡിറ്റേഷൻ വേണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം. ഈ ഹെർമിറ്റ് ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ഒരു പുതിയൊരു സൈക്കിളാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു എന്ന് പറയുന്നത് പോലെ ഒരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ കുറേ ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം മറ്റുള്ളവരുടെ എനർജി ലെവലുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് മാച്ച് ആകാൻ പറ്റുന്നില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനും പറ്റുന്നില്ല. പ്രത്യേകിച്ചും നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിലാണെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ടും അങ്ങ് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുമായിട്ടും ശരിക്കും സംസാരിക്കും ഒക്കെ ആണെങ്കിലും കൂടുതൽ അങ്ങോട്ട് എനർജി വൈസ് കണക്റ്റഡ് ആകാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു സമയമാണ്. നിങ്ങൾക്കത് തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഒരു ഒറ്റപ്പെടലിൻ്റെ വേദനയുള്ള ആൾക്കാരുണ്ട്. മറ്റുള്ളവരെല്ലാവരും ഒറ്റപ്പെടുത്തി വെച്ചിട്ടുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട്. പക്ഷേ ഈ ഒറ്റപ്പെടലൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് സ്വയം തിരിച്ചറിയുക. നമ്മളുടെ ആത്മാവത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഹെർമിറ്റ് കാർഡ് പറയുന്നത്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് കൂടി വഴിവിളക്കാകേണ്ടുന്ന ആൾക്കാരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ
കുറേ ആൾക്കാർക്ക് ഒരു പ്രണയത്തിൽ ഒറ്റപ്പെടൽ വന്നിട്ടുണ്ടായിരിക്കാം. റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളെ വിട്ടിട്ട് പോയി, നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെന്നും ഒറ്റയ്ക്കാണുള്ളത്. അത് നമ്മൾ മറ്റുള്ളവരെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എത്ര പ്രണയമെന്ന് പറഞ്ഞാലും എന്തൊക്കെ സ്നേഹമെന്ന് പറഞ്ഞാലും നമ്മളിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക. നമ്മളാണ് അൾട്ടിമേറ്റ്. അല്ലാതെ നമ്മളെക്കാൾ ഉപരി നമ്മൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ അവർ പോകുമ്പം നമുക്ക് ആ ഒരു ഗ്യാപ്പ് വളരെ വല്ലാതെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പം അത് ചെയ്യാതിരിക്കുക. കൂടുതൽ ആൾക്കാരും, അല്ലെങ്കിൽ ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കാണാൻ പറ്റിയത്, റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, അതിൽ ഒറ്റപ്പെട്ടു പോയി, അങ്ങനെ സ്പിരിച്വൽ ജേണിയിൽ വന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അതിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഇതിൽ ഒരു ലവേഴ്സ് എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ തന്നെ ഒരു റിഫ്ലക്ഷനാണത്. അപ്പം നിങ്ങളാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ബന്ധമായിരിക്കാം. അത് തന്നെ തിരിച്ചറിയുക. ആ വ്യക്തിയോട് പൂർണ്ണമായും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ കാര്യം നോക്കുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നേക്കാം. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അവരുടെ ആവശ്യം ഉണ്ടാവില്ല. നമുക്കെപ്പോഴും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു യൂണിയൻ്റെ എനർജിയാണ്. ലവേഴ്സ് എന്ന് പറയുന്നത് ഒരു യൂണിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയും ഇന്നത്തെ ദിവസം ഉണ്ടെന്ന് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഒരാൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളിനെ കാത്തിരിക്കുന്നു എന്നുള്ളത്. ഒരുപാട് സ്നേഹത്തോടും പ്രണയത്തോടും കൂടി ഒരു കാത്തിരിപ്പ് ഇന്നത്തെ ദിവസം ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ ഇപ്പോൾ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയി നിങ്ങളിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയ ഒരാൾ ഇപ്പം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. ഒരുപാട് സ്നേഹത്തോടു അല്ലെങ്കിൽ പ്രണയത്തോടു കൂടി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. സൺഗാർഡാണ്, ഒരു പുതിയ ജന്മമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷയുടെ ദിവസമാണെന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഇതാണത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മതി എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും. അതിലൊരു വളരെ വലിയ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വളരെ നമ്മൾ കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ഉള്ള ആൾക്കാരാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ സന്തോഷിക്കുന്നത്. നമുക്ക് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുന്നതിനേക്കാളും ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ സോളെന്ന് പറയുന്ന ഒരു ഹയർ ലെവലിലുള്ളൊരു സോളാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒറ്റയ്ക്ക് അങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ വളരെ വലുതാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കമാണ്. മാത്രമല്ല നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പാസ്റ്റിൽ നമ്മൾ കുഞ്ഞുകാലത്ത് നമുക്ക് എന്താണോ കിട്ടാത്തത്, ആ കിട്ടാത്ത കാര്യങ്ങൾ, നമ്മളെ നിരസിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ നമ്മൾ വേദനിച്ചിരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. അത് എന്ത് കാര്യമായാലും, നിങ്ങൾ എത്ര വയസ്സാവട്ടെ, എത്ര പ്രായമാവട്ടെ, നിങ്ങൾ കുഞ്ഞിലെ എന്താണോ ആഗ്രഹിച്ചത് അതൊന്ന് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. വളരെ വലിയ സന്തോഷമാണ് നിങ്ങൾക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് എന്നുള്ളതാണ് കാണുന്നത്. സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു നിങ്ങൾ കാത്തിരുന്നൊരു കാര്യമാണ്, നിങ്ങൾ ആ വെയിറ്റ് ചെയ്ത ഒരു കാര്യം ഇന്ന് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തിട്ട് അത് വെയിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങളൊരു എക്സാമൊക്കെ എഴുതിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത എനർജി ആയിരിക്കാം. ചിലപ്പോൾ ഒരു വിസയോ ടിക്കറ്റോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത ഒരു എനർജി ആയിരിക്കാം. അത് ഇന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഇന്നത്തെ ദിവസം വരുന്നു എന്നാണ് കാണുന്നത്. ടു ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ചില ആൾക്കാർക്കൊരു കൺഫ്യൂഷനാണ്. ചില കാര്യങ്ങളിൽ നിന്നും വിട്ടുപോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ മാറിപ്പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പിതൃക്കൾ പോലെയുള്ള ആൾക്കാർ, നിങ്ങൾ അസെൻഡ് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ
അങ്ങനെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സും ഒക്കെ നിങ്ങൾക്ക് വഴി കാണിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും കാര്യം കാണാൻ പറ്റാതിരിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യം അത് കാണിക്കാൻ നിങ്ങളുടെ വഴി കാട്ടാൻ ആളുണ്ട് എന്നുള്ളതാണ്. ഈ പൂച്ച എൻ്റെ കാലിലൊന്ന് കടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത് ഇതിനകത്ത്. സൗരഫാൻസിൻ്റെ എനർജിയാണ്. ഗുഡ് ന്യൂസ് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഗുഡ് ന്യൂസ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ട്രാവൽ ഉണ്ടായേക്കാം, നിങ്ങളുടെ ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്കൊരു യാത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എവിടേക്കെങ്കിലും നിങ്ങളൊന്നൊരു യാത്ര പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കാത്തിരുന്ന ഒരു വിക്ടറി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്പും നൈറ്റ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് നിങ്ങൾ വളരെ ഒരു പാഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, അതൊരു തീവ്രമായ ആഗ്രഹം, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈയെത്തി പിടിക്കാറായി എന്നുള്ളതാണ്. അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. നൈൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇതിൽ ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. കുറേ ആൾക്കാർ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. എങ്ങനെ ഓവർകം ചെയ്യും ചില കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ചില കാര്യങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റാതെ ഡിപ്രഷനിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ആകും എന്നാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു ഡിപ്രഷനും വിഷമവും വേദനയും ഒക്കെ എൻ്റെ ആകും. നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻ്റെ ആകുന്നു, എൻ്റെ ആയി എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചത് മാറ്റാൻ, അങ്ങനെ നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു വിഷമത്തിന്റെ എനർജി തന്നെ ഇരുന്ന് അതിലൊരു സുഖം കണ്ടെത്താതിരിക്കുക. നമ്മൾ വീണ്ടും പാസ്റ്റിലെ ഓർമ്മകളിൽ പോയി എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ തന്നെ കൊണ്ടുവരണം എന്നാണ് കാണുന്നത്. നൈൻ ഓഫ് ഫാൻസിന്റെ എനർജിയാണ്. നൈൻ ഓഫ് സോഡ്സും നൈൻ ഓഫ് ഫാൻസും വന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കഴിയുമ്പോൾ ഇതിൽ 3 നയൻ വന്നിട്ടുണ്ട്. 9 ഹെർമിറ്റ് വന്നിട്ടുണ്ട്, 9 ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട്, 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു 9 എന്ന് പറയുന്നത് ഒരു എൻഡിങ്ങിന്റെ, അല്ലെങ്കിൽ ഒരു കാര്യം ഫിനിഷായി അടുത്തൊരു കാര്യം തുടങ്ങുന്നതിന്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ കാര്യം തുടങ്ങുന്നു എന്നുള്ളത് എന്നെ ആണ് കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾ വളരെ കാലമായിട്ട് ചില കാര്യങ്ങൾ എൻ്റെ ആക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിൽ ചില സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത് എൻ്റെ ആകാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ഏസ് ഓഫ് പെൻഡക്കിൾ, അത് തീർച്ചയായിട്ടും ഒരു സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ചീറ്റ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയോ ഒക്കെ കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതിനകത്ത് പൈസയുമായി ബന്ധപ്പെട്ടത് ചീറ്റിംഗ് നടന്നതിൻ്റെ ഡിപ്രഷനിലാണ് എന്നുള്ളതാണ് കാണുന്നത്. അത് തിരിച്ച് കിട്ടുമോ എന്നൊക്കെ വിചാരിക്കുന്നു, എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ച് കിട്ടണം എന്നല്ല, നമുക്ക് വേറൊരു വഴിയിലൂടെ അത് നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ്. ആ ഒരു പൈസ തന്നെ ആയിരിക്കും നമ്മുടെ കയ്യിലേക്ക് വരണം ഉള്ളതല്ല, വേറൊരു വഴിയിലൂടെ അത് നമുക്കിത് കിട്ടും. കാരണം ചില പൈസയുമായി ബന്ധപ്പെട്ട ഒരു ചീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാനാണ് സാധ്യത. നമ്മൾ എപ്പോഴെങ്കിലും ആരെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് അർഹതയില്ലാത്ത പൈസ നമ്മളുടെ കയ്യിൽ വരികയോ അല്ലെങ്കിൽ പൈസ നമ്മൾ ആവശ്യമില്ലാതെ ദുർവിനിയോഗം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒരു മണി ബാഡ് കർമ്മയായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തിറങ്ങാനുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ്. 2 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്.
ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഇതെന്നാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. 2 കാര്യത്തിനും പ്രയോറിറ്റി ഉണ്ട്. 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ആ 2 കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇപ്പോൾ വീട്ടിൽ 2 വ്യക്തികളുണ്ടെങ്കിൽ ആ 2 പേർക്ക് ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഇപ്പൊ 2 പേർക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റൂല എന്നുള്ള ചിന്തയിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. പിന്നെ ഇതില് കുറേ ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. 3 ഓഫ് പെന്റാക്കിൾസിന്റെ എനർജിയാണ്. കൂട്ടായി ചെയ്യുന്ന ഒരു കാര്യം അത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സുഹൃത്തുക്കളുമായി ചേർന്ന് നിങ്ങളൊരു യാത്ര പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ വരുന്നതായിരിക്കാം. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് നിങ്ങളൊരു ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ വളരെ സന്തോഷകരമായ എന്തോ കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ വെക്കേഷൻ എവിടെയെങ്കിലും പോകാനായിരിക്കാം, വീക്കെൻഡിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. അപ്പോൾ 3 നൈറ്റും വന്നിട്ടുണ്ട്. നൈറ്റ് എന്ന് പറയുന്നത് ഒരു യുവത്വത്തിന്റെ ഒരു എനർജിയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഈ ഒരു എനർജിയിലേക്ക് മാറണം. ആരെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് വിഷമിച്ചാണ് ഇരിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ, കാരണം ഒറ്റപ്പെട്ടിരിക്കുന്നത് സന്തോഷമാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. 10 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. അതും 9 ഓഫ് സോഡ്സും 10 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞ് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു സമയം അത് വേണ്ടെന്നാണ് കാണുന്നത്. ഇനി ഈ ഒരു അതിൽ കൂടി നമുക്ക് നോക്കാം എന്താണെന്ന്. ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ ഈ ഒരു ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടാകാൻ ഈ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്, ഈ ഒരു ഏഞ്ചൽ നിങ്ങളെ ഇന്ന് ഹെൽപ്പ് ചെയ്യും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധൈര്യക്കുറവുണ്ടെങ്കിൽ, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഏഞ്ചലിനെ നിങ്ങൾ വിളിക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഏഞ്ചൽ വന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നിങ്ങൾക്ക് സ്ട്രെങ്ത് തരും. തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഇതുണ്ടാക്കി തരും. പിന്നെ നിങ്ങൾക്ക് ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പവർ എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കാനും ഈ ഒരു ഏഞ്ചൽ നിങ്ങളെ സഹായിക്കുമെന്നാണ് കാണുന്നത്. ബ്ലോസമിങ് അബണ്ടൻസ് ആണ്. ഒരുപാട് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പൊ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.